പ്രായപൂർത്തിയാകാത്ത മകളെ അച്ഛൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാരോപിച്ച് അമ്മ നൽകിയ പരാതിയിൽ സുപ്രീം കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. 2024 മാർച്ച് 28-ന് ബംഗളൂരുവിലെ ജയപ്രകാശ് നഗർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് CBIക്ക് കൈമാറിയത്. ജസ്റ്റിസുമാരായ JB പരദിവാല, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ദാമ്പത്യ തർക്കങ്ങൾക്കിടയിൽ ഉന്നയിക്കുന്ന ലൈംഗിക പീഡന പരാതിയിൽ പലപ്പോഴും കോടതികൾ വിശദമായ അന്വേഷണത്തിന് ശേഷമേ കൃത്യമായ അന്വേഷണത്തിന് ഉത്തരവിടാറുള്ളൂ. 11-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന പരാതി ഉയർന്നതിനെ തുടർന്ന് അതിൽ കോടതി പ്രാഥമിക അന്വേഷണം നടത്തി. കോടതിക്ക് ചില സംശയങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് CBIക്ക് ഈ കേസ് വിട്ടത്. അതോടൊപ്പം തന്നെ DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷിക്കണമെന്നും ഈ സമിതിയിൽ ഒരു വനിതാ ഡോക്ടറും അതോടൊപ്പം വനിതാ സൈക്കോളജിസ്റ്റും ഉണ്ടാകണമെന്നും കർശന നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. മകൾ പീഡനത്തിനിരയായി എന്ന് കാണിച്ച് അമ്മ നൽകിയ പരാതിയിൽ നേരത്തെ പെൺകുട്ടിയുടെ വൈദ്യപരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ ലൈംഗികാതിക്രമം നടന്നതിനായി സൂചനയുണ്ട്. ജയപ്രകാശ് നഗർ പോലീസ് സ്റ്റേഷനിൽ ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലെ സെക്ഷൻ 75, പോക്സോ സെക്ഷൻ 10 എന്നിവ പ്രകാരം ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആക്ടിലെ സെക്ഷൻ 25 പ്രകാരം കുട്ടിയുടെ പിതാവ് ബാംഗ്ലൂരിലെ കുടുംബ കോടതിയെ സമീപിച്ചതോടെയാണ് 2018-ൽ ദമ്പതികൾ തമ്മിലുള്ള കേസ് ആരംഭിച്ചത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ സംരക്ഷണം പിതാവിന് കൈമാറാൻ മാതാവിനോട് നിർദ്ദേശിച്ച് കോടതി ഉത്തരവിട്ടു. കർണാടക ഹൈക്കോടതിയിൽ ഈ ഉത്തരവിനെ മാതാവ് ചോദ്യം ചെയ്തെങ്കിലും കുടുംബ കോടതി ഉത്തരവ് ശരിവെച്ചു. എന്നാൽ മാതാവിന് സന്ദർശനാവകാശം നൽകി. തനിക്ക് സന്ദർശനാവകാശം നൽകിയ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചു എന്നാരോപിച്ച് മാതാവ് ഹൈക്കോടതിയിൽ വീണ്ടും കോടതിയലക്ഷ്യ ഹർജി നൽകി. 2023 ഡിസംബർ 14-ലെ ഉത്തരവ് വഴി ഹൈക്കോടതി സന്ദർശന ഉത്തരവ് പരിഷ്കരിച്ചു. ഇതിന് പിന്നാലെ ഇടക്കാല ഉത്തരവിനെ ചോദ്യം ചെയ്ത് പിതാവ് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. കേസിൽ വാദം കേൾക്കുന്നതിനിടെയാണ് പിതാവ് പ്രായപൂർത്തിയാകാത്ത മകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നുണ്ടെന്ന ആരോപണം ഉന്നയിക്കുകയും പിന്നീട് പോലീസിൽ പരാതി നൽകിയ വിവരം കോടതിയെ അമ്മ അറിയിക്കുകയും ചെയ്തത്. അന്വേഷണ സമിതി കൃത്യമായി കാര്യങ്ങൾ പഠിച്ച ശേഷം കോടതിക്ക് റിപ്പോർട്ട് നൽകണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. കേസ് വീണ്ടും ജൂലൈ 17-ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുമുണ്ട്. ഡൽഹിയിൽ നിന്നും ഷബ്ന, ന്യൂസ് മലയാളം.